ദേവേന്ദ്ര ഫട്നാവിസ് അടുത്ത മഹാരാഷ്ട്ര മുഖ്യമന്ത്രി. ബിജെപി കോർ കമ്മിറ്റി യോഗം ഫട്നാവിസിനെ നേതാവായി തെരഞ്ഞെടുത്തു. സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് 5 മണിക്ക് മുംബൈ ആസാദ് മൈതാനിയിൽ നടക്കും. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വിവരങ്ങൾ. രോഹിണി, മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെത്തുമെന്നുള്ള ചോദ്യത്തിന് ഔദ്യോഗികമായി ഉത്തരമായിരിക്കുകയാണ്. മഹാരാഷ്ട്രയുടെ അടുത്ത മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് ചുമതലയേൽക്കും. നിലവിൽ മുംബൈയിൽ ബിജെപിയുടെ കോർ കമ്മിറ്റി യോഗത്തിലാണ് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകുമെന്ന തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. കോർ കമ്മിറ്റി യോഗത്തിൽ ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം നിരീക്ഷകരായി നിശ്ചയിച്ച മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയാണ് ദേവേന്ദ്ര ഫട്നാവിസിന്റെ പേര് മുൻപോട്ട് വെച്ചിട്ടുള്ളത്. ബിജെപിയുടെ നിയമസഭാ കക്ഷി യോഗവും മുംബൈയിൽ ചേരുന്നുണ്ട്. ബിജെപിയുടെ മുഴുവൻ എംഎൽഎമാരും പങ്കെടുക്കുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ ബിജെപിയുടെ നിയമസഭാ കക്ഷി നേതാവായി ആദ്യം ദേവേന്ദ്ര ഫട്നാവിസിനെ തെരഞ്ഞെടുക്കും. പിന്നീട് മഹായുതിയുടെ നേതാവായി ദേവേന്ദ്ര ഫട്നാവിസ് എത്തുകയും ഗവർണറെ കണ്ടുകൊണ്ട് ഈ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പിന്നീട് സത്യപ്രതിജ്ഞാ ചടങ്ങുകളിലേക്കും അത്തരത്തിലുള്ള ഔദ്യോഗിക ചടങ്ങുകളിലേക്കും കടക്കും. നാളെ വൈകിട്ട് 5 മണിക്ക് മുംബൈയിൽ ആസാദ് മൈതാനിയിൽ വെച്ചാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക എന്നുള്ളതാണ് ബിജെപി നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിനായി മുംബൈയിലെത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. മഹാരാഷ്ട്രയിൽ കരുത്തുറ്റ വിജയമായിരുന്നു ഇത്തവണ ബിജെപി നേതൃത്വം നൽകുന്ന മഹായുതി നേടിയിട്ടുള്ളത്. 2019 തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബിജെപി വന്നെങ്കിലും പിന്നീട് ശിവസേന കോൺഗ്രസിനും NCPക്കുമൊപ്പം പോയി അവിടെ ഒരു ഭരണ അട്ടിമറിയും പിന്നീട് നടന്ന നാടകീയ രംഗങ്ങളും നമുക്ക് മുൻപിലുണ്ട്. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2024 ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 288 അംഗ നിയമസഭയിൽ 234 സീറ്റുകൾ നേടിക്കൊണ്ടാണ് ബിജെപി നേതൃത്വം നൽകുന്ന സഖ്യം ഭരണ തുടർച്ച നേടിയത്. അതും മത്സരിച്ച 80% സീറ്റുകളിലും വിജയം നേടിക്കൊണ്ടാണ് ബിജെപി കരുത്തു കാട്ടിയിട്ടുള്ളത്. അത്തരത്തിൽ വലിയ വിജയം മഹായുതി മഹാരാഷ്ട്രയിൽ നേടിയെടുത്തു. ഒരു പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള അംഗങ്ങളുടെ പിന്തുണ പോലും ഇല്ലാതെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസും NCP ശരത് പവാറും ഒപ്പം ശിവസേന ഉദ്ധവ് വിഭാഗവും ഉൾപ്പെടുന്ന മഹാവികാസ് അഘാടി സഖ്യം മറികടന്നിട്ടുള്ളത്. അവിടെ കോൺഗ്രസും ശിവസേനയുടെ ഉദ്ധവ് വിഭാഗവും ശരത് പവാർ NCP വിഭാഗവും തകർന്നടിഞ്ഞ കാഴ്ച നമ്മൾ കണ്ടു. കഴിഞ്ഞ മണിക്കൂറുകൾ കഴിഞ്ഞ ദിവസങ്ങൾ മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളുടേതായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ല എന്നുള്ളത് ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെ വ്യക്തമാക്കിയതോടെ ആ കസേരയിലേക്ക് വീണ്ടും ദേവേന്ദ്ര ഫട്നാവിസ് എത്തും എന്നുള്ളത് തന്നെയായിരുന്നു റിപ്പോർട്ടുകൾ. പക്ഷേ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം പുറത്തുവിട്ടിരുന്നില്ല. ഇപ്പോൾ ബിജെപിയുടെ കോർ കമ്മിറ്റി യോഗത്തിലാണ് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകട്ടെ എന്ന തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. നേരത്തെ യുവമോർച്ചയുടെ വാർഡ് പ്രസിഡന്റ് എന്ന പദവിയിൽ നിന്ന് തുടങ്ങിയാണ് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത്. 1999 നാഗ്പൂർ വെസ്റ്റിൽ നിന്ന് ആദ്യമായി ദേവേന്ദ്ര ഫട്നാവിസ് നിയമസഭയിലേക്ക് എത്തുന്നത്. 2014 മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി മഹാരാഷ്ട്രയിൽ ബിജെപിയുടെ കരുത്തുറ്റ മുഖമായി 2014 മുതൽ 19 വരെ മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസ് പിന്നീട് സഖ്യ സർക്കാർ രൂപീകരിക്കുമ്പോൾ ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയാകുകയും ദേവേന്ദ്ര ഫട്നാവിസ് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നതും നമ്മൾ കണ്ടു. പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി അവിടെ മഹായുതി വിജയിച്ചു എന്ന് പറയുമ്പോഴും ബിജെപി അവിടെ നേടിയതൊരു ചരിത്ര വിജയം തന്നെയാണ്. അതിൻ്റെ ബാക്കിപത്രമായാണ് ദേവേന്ദ്ര ഫട്നാവിസ് വീണ്ടും മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്നത്. നാളെ വൈകിട്ട് 5 മണിക്ക് മുംബൈയിൽ ആസാദ് മൈതാനിയിലാണ് മഹായുതി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. സർക്കാർ രൂപീകരണ ചർച്ചകൾ, മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. ധനവകുപ്പ് ഉൾപ്പെടെയുള്ള ചില പ്രധാനപ്പെട്ട വകുപ്പുകൾ NCP അജിത് പവാർ പക്ഷത്തിനും പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ശിവസേന ഷിൻഡെ വിഭാഗത്തിന് നൽകും. ആഭ്യന്തരം BJP തന്നെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചന. രോഹിണി. ശരി ജിഷ്ണു. ദേവേന്ദ്ര ഫട്നാവിസ് അടുത്ത മഹാരാഷ്ട്ര മുഖ്യമന്ത്രി. ബിജെപി കോർ കമ്മിറ്റി യോഗം ഫട്നാവിസിനെ നേതാവായി തെരഞ്ഞെടുത്തു. സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് 5 മണിക്ക് മുംബൈ ആസാദ് മൈതാനിയിൽ നടക്കും. ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.